എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കൂട്ടാൻ പറ്റുന്ന ഒരു ചട്നിയുടെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. ഇഡ്ഡലിയുടെ കൂടെയാണ് നന്നായിട്ട് ചേർന്ന് പോകുന്നത്. ഇഡ്ഡലിക്കും ദോശയ്ക്കും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്നാലും ഇഡ്ഡലിയുടെ കൂടെ നന്നായിട്ട് ചേർന്ന് പോകുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് കോക്കനട്ട് ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. നല്ല കുറുകിയ ചട്നിയാണിത്. വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ എല്ലാം വളരെ പെട്ടെന്ന് 10 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. തേങ്ങ ചിരകിയെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് അതുപോലെ തന്നെ പെട്ടെന്ന് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് തേങ്ങ തിരുമിയത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2 കപ്പ് നിങ്ങളുടെ എന്തോരം ചമ്മന്തി വേണമെന്നുള്ള അളവിനനുസരിച്ചിട്ട് തേങ്ങ എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചമ്മന്തിക്കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പൊട്ടുകടല എന്ന് പറയും. ഇത് വറുക്കാതെയാണ് കേട്ടോ, പച്ചയ്ക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് എരിവ് എന്തോരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മുളക് ചേർത്ത് കൊടുക്കുക. മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചുമന്ന മുളക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 6 പച്ചമുളക് ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എരിവിന് അനുസരിച്ചിട്ട് 6ഓ 7ഓ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഉള്ളി ഒരു ചെറിയൊരു പീസ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള വേണമെന്നുണ്ടെങ്കിൽ സവാള, അല്ലെങ്കിൽ ചെറുള്ളി ആയാലും മതി. കൂടെ തന്നെ ഒരു ഇഞ്ചിയുടെ കഷ്ണവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില അധികമായാൽ കളർ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത്രയും സാധനങ്ങൾ മുങ്ങി നിൽക്കാൻ പാകത്തിന് മാത്രം അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒട്ടും കൂടുതൽ ഒഴിക്കരുത്. ഈ സാധനങ്ങൾ കവർ ചെയ്ത് വെക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അത് ആ തേങ്ങ ഇരുന്ന കപ്പിൽ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ കപ്പിലിരിക്കുന്ന ബാക്കി തേങ്ങ കൂടെ അതിലേക്ക് വീണോളും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് മുങ്ങി നിൽക്കാനുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതിന് ശേഷം ഇത് നമുക്കൊന്ന് അരച്ചിട്ടെടുക്കാം. ഇപ്പോൾ അരച്ചെടുത്തത് നല്ല കട്ടിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ആ വെള്ളം അതുപോലെ അങ്ങനെ കറക്റ്റ് പാകത്തിനായതുകൊണ്ടാണ് അതങ്ങനെ ഇത്ര കട്ടിക്ക് കിട്ടിയത്. കട്ടിക്ക് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ചട്നി എന്തോരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള അളവിൽ മിക്സിയിൽ കഴുകി വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചട്നിക്ക് ഇത്രയും ഇരിക്കും, കുറുകി ഇങ്ങനെ ഇരിക്കും. നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നേരത്തെ ചേർത്ത ഇഞ്ചി, ഉള്ളി, മുളക് എല്ലാം കൂടുതൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് കടുക് വറുക്കുക വേണ്ടു. കടുക് വറുക്കാനായിട്ടൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് വെളിച്ചെണ്ണ മതി. 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ശരിക്കും നല്ലപോലെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം കുറച്ച് ഉഴുന്നുപരിപ്പോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നുപരിപ്പും കടുകും ശരിക്കും നല്ലപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പം വേണം ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. മൂത്ത് കഴിയുമ്പം കുറച്ച് ചുമന്ന മുളകും കറിവേപ്പിലയും കൂടെയും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചുമന്ന ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉള്ളി ചേർക്കുന്നില്ല. ചുമന്ന മുളകും കറിവേപ്പിലയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ മുളകും കറിവേപ്പിലയും ശരിക്കൊന്ന് മൂപ്പിച്ചെടുക്കുക. വെളിച്ചെണ്ണയിൽ ശരിക്കും അതൊന്ന് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല വാസന വരും. അപ്പോൾ അതാ ശരിക്കും അതൊന്ന് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിവിടെ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ചട്നി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് ശരിക്കും കറിവേപ്പിലെല്ലാം ശരിക്കൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. മുളകായാലും ശരിക്കൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇത് ചമ്മന്തി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്താൽ ശരിക്ക് എല്ലായിടത്തും ചമ്മന്തിയിലെല്ലായിടത്തും ശരിക്ക് ചൂടെത്തും. അത്രയേ ഉള്ളൂ ഈ ചമ്മന്തിയുടെ റെസിപ്പി. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. 5 മിനിറ്റ് മതി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇഡ്ഡലിയുടെ കൂടെയെല്ലാം നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു നമ്മുടെ സെർവിങ് ബൗളിലേക്ക് തന്നെ തിരിച്ച് മാറ്റി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചമ്മന്തി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഒട്ടും സമയമൊന്നും ആവശ്യമില്ല. ഇഡ്ഡലി വേകുന്ന സമയം മാത്രം മതി. അത്രയും സമയം പോലും വേണ്ട ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ ചമ്മന്തി ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ചേർക്കുന്ന മുളകിൻ്റെ കളർ അനുസരിച്ചിട്ടിരിക്കും കേട്ടോ ചമ്മന്തിയുടെ കളർ. നമ്മളിപ്പം ചുമന്ന മുളക് അല്ലെങ്കിൽ മുളക് പൊടി ആണെന്ന് ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കളർ വേറെ ആയിരിക്കും. ഞാനിപ്പോൾ വൈറ്റ് കളറിലിരിക്കാൻ വേണ്ടിയിട്ടാണ് പച്ചമുളക് ചേർത്തത്. അതുപോലെ തന്നെ മല്ലിയില എല്ലാം ചേർക്കുമ്പം കുറച്ച് കൂടുതൽ അളവായി പോയാൽ അതുപോലെ പിന്നെയും ചമ്മന്തിയുടെ കളർ മാറി വരും. കുറച്ച് ചെറുതായിട്ടൊരു ഗ്രീൻ കളറിൽ ചമ്മന്തിയുടെ കളർ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.
അപ്പോൾ എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റിയുമായിട്ടുള്ള വേറൊരു ചട്നി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്ക് റെസിപ്പി ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടോ ഏതെങ്കിലും കറിയുടെ റെസിപ്പി ആയിട്ടോ ഉടനെ കാണുന്നവരേക്കും താങ്ക്